ഇന്ന് വൈദ്യനം കൊണ്ടൊരു അടിപൊളി സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോണത്. ഇതപ്പോൾ നിങ്ങൾ കാണില്ലേ, ഇത് തന്നെയാണ് ആ സ്പെഷ്യൽ സാധനം. ഇതേപോലെ ഒന്ന് വൈദ്യനങ്ങ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിനു വേണ്ടി ഉമ്മമ്മ നട്ട് വളർത്തിയ വൈദ്യനങ്ങ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. ഞാനൊരു 1.25 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവർ പൊടിയാണ് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത്. പിന്നെ ഇത്തിരി മുളക് പൊടി വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്തു, നമ്മുടെ ഫുഡ് കളറില്ലേ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിത് അടുപ്പങ്ങ് കത്തിച്ചു കൊടുക്കുക, ചട്ടി വെക്കുക, അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തോ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അത് നല്ലോണം അങ്ങ് ഓയിൽ ചട്ടിയിൽ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറേയൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം വേണം താനും അങ്ങനെ. എന്നിട്ട് ഒരു 2 കരിവേപ്പില നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ മസാല ഇതാക്കി വെച്ച വഴുതനങ്ങ നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. എല്ലാ വഴുതനങ്ങയും നമ്മൾ ഒറ്റ ട്രിപ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച മുഴുവൻ വഴുതനങ്ങയും നമ്മൾ ഇതേപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ വേവായി വരുമ്പോഴേക്കും നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ചെറിയൊരു വേവ് മാത്രം മതി കേട്ടോ, കാരണം നമുക്കിത് ഒരു പ്രാവശ്യം കൂടി വേവിക്കാനുള്ളതായതുകൊണ്ട് ചെറിയൊരു വേവ് തന്നെ ആകുമ്പോഴേക്കും നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, അതേപോലെ ലൈക്കും ചെയ്യണം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റിൽ അറിയിക്കും വേണം. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ വേവ് മതി. പിന്നെ ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഇത്തിരി കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എൻ്റേത് ഇത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് അത് സെറ്റാക്കി എടുക്കുക ചെയ്തത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മാവിൻ്റെ ഒക്കെ രൂപത്തിലാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ മസാല കൂട്ടി വെച്ച പാത്രത്തിലാണ് ഞാനിത് മിക്സ് ആക്കിയത്, അതാട്ടോ ഈ ഒരു റെഡ് കളറായിട്ട് വരുന്നത്. അപ്പം നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച വഴുതനങ്ങ വീണ്ടും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഈ വഴുതനങ്ങയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വഴുതനയുടെ മുകളിൽ കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മിക്സ് ആക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റേത് അവിടെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്, എങ്കിലും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നല്ലോണം മിക്സ് ആക്കപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത മിക്സും വഴുതനങ്ങയും കൂടെ നല്ലോണം അങ്ങ് മിക്സ് ആക്കി കൊടുത്താണ് കേട്ടോ. ഇതുണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തിരി നേരം കൂടി ഒന്നങ്ങ് അങ്ങോട്ട് കൊണ്ട് ഇളക്കി കൊടുത്താൽ സാധനം റെഡിയായി. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഇത്തിരി ഉപ്പ് കുറഞ്ഞു പോയി, ആ പ്രശ്നം മാത്രമുള്ളായിരുന്നു. ബാക്കിയൊക്കെ സെറ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അതേപോലെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.